ഇന്നലെ രാത്രിയാണ് സംഭവം. പൂച്ചൽ കുറകോണം സ്വദേശിയായ രഞ്ജിത്തും ഭാര്യയും കടയിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ മുളമൂടിന് സമീപം കുറകോണം റോഡിൽ വെച്ച 9:45 രഞ്ജിത്തിനെ ബാബുരാജ് തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നെന്ന പരാതിയിൽ പറയുന്നു. ഇത് കണ്ട് മുന്നേ പോയ ഭാര്യ ഓടിയെത്തുമ്പോൾ ബാബുരാജ് ബൈക്ക് കൊണ്ട് ഇടിച്ചിടാൻ ശ്രമിച്ചതായും പരാതിയിലുണ്ട്. തുടർന്ന് ദമ്പതികൾ പോലീസ് കൺട്രോൾ റൂമിൽ അറിയിച്ചു. സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ബാബുരാജിന്റെ വീട് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പോലീസ് ഇയാളുടെ ബൈക്കും കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് രഞ്ജിത്ത് സമീപവാസിയായ പ്രദീപിനോട് പരാതി എഴുതി തരുമോ എന്ന് ചോദിച്ചു. ഇതിനിടെയാണ് പ്രദീപിന്റെ വീടിന് നേരെ എതിർകക്ഷി കല്ലെറിയുകയും ഭീഷണി മുഴക്കുകയും കിണറ്റിലെ മോട്ടോർ തകർക്കുകയും ചെയ്തത്. ഇരുവരും കാട്ടാക്കട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കല്ലേറിൽ പ്രദീപിന്റെ ബൈക്കിന്റെ മുൻവശം തകർന്നു. വീട്ടിൽ കുടിവെള്ളമെടുക്കാനായി കിണറ്റിലിട്ടിരുന്ന മോട്ടോറിന്റെ കയറും വയറും വെട്ടുകത്തിക്ക് വെട്ടിമുറിച്ചെന്നും പരാതിയിൽ പറയുന്നു. പുള്ളിക്കാരൻ്റെ വീട്ടിന്റെ മണ്ടയിൽ കല്ലെടുത്ത് എറിഞ്ഞു. പിന്നെ ബൈക്കിന് ഭയങ്കര ചീത്തവിളിയായിരുന്നു. അവൻ്റെ വണ്ടി ഇന്നലെ പോലീസ് അവൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോയായിരുന്നു. വണ്ടി ഇറക്കി കൊടുത്തില്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ പ്രദീപിന്റെ കാല് വെട്ടുമെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം പ്രദീപിന്റെ വീട്ടിൽ വെച്ചിരുന്ന CCTV ക്യാമറയും അടിച്ചു തകർത്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ നിരവധി പരാതികളാണ് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് നക്കറാഞ്ചിറ മിനി നഗറിന് സമീപം ബിനുവിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടർ വർക്ക്ഷോപ്പ് തീയിട്ട് നിരവധി ബൈക്കുകൾ കത്തിപ്പിച്ച കേസിലും ഇയാളെ പോലീസ് സംശയിക്കുന്നു. കൂടാതെ കഴിഞ്ഞ മാസം മുളമൂട്ടിൽ തട്ടുകടയിൽ കയറി ആക്രമണം നടത്തിയ കേസിലും വീരണക്കാവിൽ 50,000 രൂപ നൽകാമെന്ന് പറഞ്ഞ് മരം മുറിച്ചു മാറ്റിയ ശേഷം പണം നൽകാതെ തട്ടിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. കോവിഡ് കാലം മുതൽ വീട്ടിനുള്ളിൽ വ്യാജമദ്യം നിർമ്മിച്ചതിന് ജയിൽ ശിക്ഷ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങിയ ആളാണിതെന്ന് പോലീസ് പറയുന്നു. സഹോദരി ഭർത്താവിന്റെ കൈ അടിച്ചൊടിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. കാട്ടാക്കട പോലീസ് കേസെടുത്ത പ്രതിക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.